ഇപ്പോൾ ജസ്റ്റ് പവർ ഒന്ന് ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഫംഗ്ഷൻ മാറ്റുന്നത്. മെനു സെലക്ട് ബട്ടൺ ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ തന്നെ ഓരോന്ന് മാറ്റണം കണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 190 ടെമ്പറേച്ചർ, അതിൽ ഓൾറെഡി ടൈമിങ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് 200 ആക്കിയിട്ട് എന്ത് ചെയ്യാം വേണമെങ്കിൽ ടൈം കുറച്ച് കൊടുക്കുക. 20 മിനിറ്റ് ഉണ്ടാക്കുക. ചിക്കനൊക്കെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ടൈം കുറച്ച് കൊടുക്കുക. ഇനി അഥവാ ടെമ്പറേച്ചർ 150 ഉണ്ടെങ്കിൽ ടൈം നമുക്ക് എന്താ പറയുക കൂട്ടിയുണ്ട് വരും. ഒരു 25 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 30 മിനിറ്റ് വെച്ചാൽ അത് നല്ല രീതിക്ക് ഫ്രൈ ആയി പോകും, കരിഞ്ഞു പോകും. അത്രയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് പിസ്സ ചെയ്യാനായിട്ട്, കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് അത്രേ ഓപ്ഷനുള്ളൂ. കണ്ടോ ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ 200 ടെമ്പറേച്ചർ ടൈം കൂടെ കാണിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഓൾറെഡി അങ്ങോട്ട് മാറി വരും. 20 മിനിറ്റ് എന്നുള്ളത് ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഫ്രഞ്ച് ഫ്രൈസ് ആവും. ഇത് തിരിച്ചിടണോ? ഇല്ല, ചിക്കനൊക്കെ വെക്കുമ്പോൾ അത് ഫുള്ള് എന്താ പറയുക, ഫുൾ കോഴി വെക്കുമ്പോൾ ജസ്റ്റ് മറിക്കേണ്ടി വരും. പീസ് വെക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അടി എന്ത് കിട്ടോ ഫ്രൈ ആക്കി. ഫിലിപ്സിന്റെ റാപ്പിഡല്ല തിരിച്ചിടണ്ട. ഇതെന്താ ഇത്ര ഉള്ളു തന്നെ ഉണ്ട്. ഇതാണ്ടോ മനസ്സിലായോ? ഇത്രയും ഉള്ളു തന്നെയുണ്ട്. അടിയിലേക്ക് എയർ പോകും. അപ്പോൾ ചിക്കൻ്റെ ഇത് അടിഭാഗമൊക്കെ വെന്ത് കിട്ടും. ഫ്രഞ്ച് ഫ്രൈസ് ആകുമ്പോൾ ഒട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഫുള്ളായിട്ട് തന്നെ ഒറ്റ ലെയർ തന്നെ ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഫിഷ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇപ്പോൾ മീറ്റ് ആണെങ്കിലും എല്ലാം. മീറ്റൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നല്ലതാണ്. ഇറച്ചിയാണ് അത് കുറച്ച് ടൈം എടുക്കുന്നതാണ്. ബാക്കി സാധനങ്ങൾ പറയുമ്പോൾ ചിക്കൻ ഫിഷൊക്കെ പെട്ടെന്നാവണ സാധനമാണ്. ചിക്കൻ ബീഫ് മാത്രം ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മറിച്ചിട്ടുണ്ട് ഒന്ന് ചെയ്യണത്. അതിപ്പോൾ ഫിലിപ്സിലാണെങ്കിലും ചെയ്യണം. കാരണം വെച്ചാൽ ചിക്കൻ്റെ അത് അടിഭാഗം ഒന്ന് ഫ്രൈ ആകാനായിട്ട് കുറച്ച് ടൈം കൊടുക്കും.